ഭീകരവാദത്തെ സന്ധിയില്ലാതെ നേരിടും എന്ന സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം. ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തെ സംബന്ധിച്ച തുടർ നടപടികൾ വിലയിരുത്താൻ ചേർന്ന പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ ആയിരുന്നു ഇങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെങ്കോട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം, സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, സർക്കാരിന്റെ ഭാവി സുരക്ഷാ പദ്ധതികൾ എന്നിവ ഈ യോഗം അവലോകനം ചെയ്തു. യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി അമിത്ഷായുമായും അജിത് ഡോവലുമായും പ്രത്യേകം ചർച്ചയും നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനു ഭരത് ആണ് ചേരുന്നത്. മനു, രാജ്യത്തെ നടുക്കിയ സ്ഫോടനം ആണ് ഉണ്ടായത്. ആ സ്ഫോടന സമയത്തടക്കം പ്രധാനമന്ത്രി വിദേശത്തായിരുന്നു. പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തിരികെ എത്തുകയും ആശുപത്രിയിൽ അടക്കം ഈ പരിക്കേറ്റവരെയും മറ്റും സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷമാണല്ലോ നിർണായകമായ യോഗം ചേർന്നത്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി ഉടനെ തന്നെ നേരെ ഈ ആശുപത്രിയിലേക്ക് ചെല്ലുകയും പരിക്കേറ്റ ആളുകളെ കാണുകയുമാണ് ചെയ്തത്. അവർക്കുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും പ്രധാനമന്ത്രി ആരാഞ്ഞു. അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുക എന്നതിന് പ്രഥമ പരിഗണന നൽകണം എന്ന നിർദ്ദേശം അവിടെ നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും രണ്ടാളുടെ നില അതീവ ഗുരുതരമാണ് എന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. പ്രധാനമന്ത്രി അതിനുശേഷമാണ് ഈ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിൽ പങ്കെടുക്കുകയും അതിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്തത്. അതിൽ ഒരു കാര്യം വ്യക്തമാക്കി, ഈ സംഭവത്തെ അപലപിച്ചു. അതിൽ പരിക്കേറ്റവരും ജീവൻ നഷ്ടപ്പെട്ടവർക്കും ഒക്കെ ഉള്ള ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് വിലയിരുത്തുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഡൽഹിയിൽ നടന്നത് ഒരു തീവ്രവാദ ആക്രമണമാണ് എന്ന് ആർത്തശങ്കയ്ക്കിടയില്ലാതെ ഈ സമിതി വിലയിരുത്തി. അപ്പോൾ നേരത്തെയും സമാനമായ രീതിയിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇതുപോലെ ഒരു യോഗം ചേർന്നിരുന്നു. പിന്നീടാണ് മറ്റു തുടർ നടപടികളിലേക്ക് പോയത് എന്നുകൂടി നാം ഇവിടെ ഓർക്കണം. സമാനമായ രീതിയിൽ ഈ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരിക്കുന്നു. അജിത് ഡോവൽ ഈ സമിതി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. സ്വാഭാവികമായും ഈ യോഗത്തിൽ എസ് ജയശങ്കർ ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ഉണ്ടായിരുന്നു, അമിത്ഷാ, അതുപോലുള്ള മുതിർന്ന മന്ത്രിമാരുണ്ടായിരുന്നു. പൊതുവെ ഇത് എന്തൊക്കെയാണ് തുടർ നടപടികൾ, എങ്ങനെയൊക്കെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ നിലയുറപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഇനി അനുബന്ധമായ കാര്യങ്ങൾ എങ്ങനെ നീങ്ങും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇതിന് ഇത്തരത്തിൽ ഒരു ശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ രാജ്യം തീവ്രവാദത്തിന് ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന നിലപാട് ക്യാബിനറ്റ് സമിതിയിൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. തീവ്രവാദത്തിനോട് സന്ധിയില്ലാത്ത നിലപാട് തന്നെ രാജ്യം സ്വീകരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് പിന്നീട് അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുകയും ഇത് തുടർന്ന് പുറത്തേക്ക് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയുടെ സംഘം ഹരിയാനയിലെത്തിയിരിക്കുന്നു. അവിടെ നേരത്തെ ഉള്ള പരിശോധനകൾ നടത്തുന്നു. അതോടൊപ്പം നേരത്തെ സംശയത്തിലുണ്ടായിരുന്ന ഒരു റെഡ് എക്കോസ്പോർട്ട് കാർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഡോക്ടർ ഉമർ നബിയുടേതാണ്. ഈ ഡോക്ടർ ഉമർ നബി 2 കാറുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ 2 കാറുകളിൽ രണ്ടാമത്തെ കാർ കൂടി കണ്ടെത്തിയിരുന്നു. എക്കോസ്പോർട്ട് കാറിൻ്റെ നമ്പർ DL 10 CK 0458 ആയിരുന്നു. അത് ഉമർ നബി ഉപയോഗിച്ചിരുന്ന കാറാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ഫോർഡിൻ്റെ റെഡ് എക്കോ സ്പോർട്ട് കാർ ഇപ്പോൾ ഡൽഹി പോലീസ് അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ അവിടെ തുടരുകയാണ്. ഇതോടൊപ്പമാണ് മറ്റൊരു പ്രധാന സംഭവം കൂടി ഇന്ന് പുറത്തു വരുന്നത്. ഒരു ഡോക്ടറെ കൂടി ഇപ്പോൾ പോലീസ് തിരയുകയാണ്. ഈ ഡോക്ടറെ സംബന്ധിച്ച് ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ നിസാറുൽ ഹസൻ ആണ് ഇപ്പോൾ ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്രത്യക്ഷനായിട്ടുള്ളത്. ഈ ഒളിവിൽ പോയ ഡോക്ടർക്ക് ഈ സംഘവുമായി ബന്ധമുണ്ട് എന്ന സംശയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾക്ക് എതിരെ നേരത്തെ ജമ്മു കശ്മീർ സർക്കാർ ചില കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവ് 21/11/2023 പുറത്തിറങ്ങിയ ഒരു ഉത്തരവാണ്. ഈ ഡോക്ടർ നിസാറുൽ ഹസൻ എന്ന ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്ത് അവിടെ നിന്ന് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ള ഈ ഡോക്ടർ നേരത്തെ കാശ്മീരിലായിരുന്നു. കശ്മീരിൽ വെച്ച്
ചില വിഘടനവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തിരുന്നു. SMHS ഹോസ്പിറ്റൽ ശ്രീനഗറിൽ ആണ് ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് ഇയാൾ ഈ ഡോക്ടർമാരുടെ സംഘടനയെ മറയാക്കി ഈ വിഘടനവാദികൾക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കണ്ടെത്തിയത്. തുടർന്ന് അത് സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തുകയും അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ലഫ്റ്റനന്റ് ഗവർണർ ഈസ് സാറ്റിസ്ഫൈഡ് ആഫ്റ്റർ കൺസിഡറിംഗ് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ that the activities of Dr. Nisarul Hasan, Assistant Professor, SMHS Hospital, Srinagar, are to warrant his dismissal from service എന്നാണ്. അപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് അന്നത്തെ അന്വേഷണത്തിൽ വ്യക്തമായി. അത്തരത്തിൽ ഒരാൾക്കാണ് പിന്നീട് ഈ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ പിന്നീട് ജോലി ചെയ്യാനുള്ള അവസരമൊരുക്കിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഏതായാലും ഇയാൾ അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. ഇയാളുടെ വിലാസം ശ്രീനഗർകാരനാണ്. ഗുലാം ഹസൻ എന്ന ആളുടെ മകനാണ്. അച്ചാബൽ എന്ന സോപുരയിലെ ബാരമുള്ളയിലെ ഒരു സ്ഥലത്ത് നിന്നാണ് ഇയാൾ വരുന്നത്. അവിടെ ജമ്മു കശ്മീരിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടയാളാണ് എന്ന സംശയം വരികയും അതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തയാളാണ്. അപ്പോൾ ഇത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. കാരണം ഈ വിദ്യാസമ്പന്നരായ ആളുകൾ ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു. വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു മുഖം രാജ്യത്ത് പ്രകടമാകുന്നു. നേരത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെയാണ് തീവ്രവാദത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്നതെന്ന ഒരു ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോഴും ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വൈറ്റ് കോളർ ആളുകൾ തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരാകുന്നതിൻ്റെ കാരണമെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു. ഇതോടൊപ്പം തന്നെ സ്ത്രീകളും വനിതാ ഡോക്ടറും വിദ്യാസമ്പന്നരുമായ ആളുകളൊക്കെ തീവ്രവാദത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാരണമെന്ത് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. ഏതായാലും വിശദമായ അന്വേഷണം തുടരുന്നു. തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്തൊരു നിലപാടാണ് രാജ്യം സ്വീകരിക്കുക എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ഈ അന്വേഷണം മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയും സംശയമുള്ള ആളുകളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, അതുപോലെ ഡൽഹിക്ക് സമീപമുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തീവ്രമായ പരിശോധനകൾ നടക്കുന്നു. ജമ്മു കശ്മീരിൽ നേരത്തെ ലഭിച്ച ഒരു ലഘുലേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണമൊക്കെ അവിടെ നിന്ന് ആരംഭിച്ചത്. അതിപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. ഇവിടെ ഡൽഹിയിലും ഹരിയാനയിലുമൊക്കെയുള്ള സംശയിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ ശ്രീനഗറിലും അതുപോലെ കശ്മീരിലുമൊക്കെ പരിശോധനകൾ തുടരുകയാണ്. ഈ സർവകലാശാലയിൽ നിന്നുള്ള 70ഓളം ആളുകളെ ചോദ്യം ചെയ്തു. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ തീവ്രവാദവുമായി ബന്ധമില്ല എന്ന് അവിടുത്തെ വൈസ് ചാൻസലർ പറയുമ്പോൾ അവിടുത്തെ ഈ വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരുമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ ആഴത്തിലുള്ളൊരു അന്വേഷണം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. പ്രധാനമന്ത്രി ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു: യാതൊരു തരത്തിലുള്ളൊരു വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറാകില്ല. ഗൂഢാലോചന നടത്തിയ ആളുകളെ കണ്ടുപിടിച്ച് ഈ വിഷയത്തിൽ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചനക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, നീതി നടപ്പിലാക്കും എന്ന കാര്യം അസന്നിഗ്ധമായി തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അമിത്ഷായും ഈ വിഷയം ഇന്ന് പ്രധാനമന്ത്രിയുമായി ആഴത്തിൽ ചർച്ച ചെയ്തു. നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. ഒപ്പം തന്നെ ഈ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉള്ള സൈനിക സന്നദ്ധതയും യോഗം വിലയിരുത്തി എന്നാണ് വ്യക്തമാകുന്നത്. ഇതാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരുന്ന ചുവന്ന എക്കോ സ്പോട്ട് കണ്ടെത്തിയിരിക്കുന്നു. അതുമാത്രവുമല്ല, മറ്റൊരു ഡോക്ടർക്ക് കൂടി ഈ ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുകയാണ്. കാരണം ഈ ഡോക്ടറെ നേരത്തെ വിഘടനവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ജമ്മു കാശ്മീർ സർക്കാർ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുറത്താക്കിയിരുന്നു. ഈ ഡോക്ടറെ ആണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഈ ഡോക്ടറിന് വേണ്ടിയുള്ള തെരച്ചിലും ഇപ്പോൾ തുടരുകയാണ്.